അതിവേഗ റെയിൽപാതയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി പൊന്നാനിയിൽ ഓഫീസ് തുറന്ന് മെട്രോമാൻ ഇ ശ്രീധരൻ. നീക്കം ഹൈസ്പീഡ് റെയിൽ കോറിഡോർ പ്രഖ്യാപനങ്ങളിൽ കേരളത്തെ അവഗണിച്ചെന്ന ആരോപണങ്ങൾക്കിടെയാണ്. നടപടികളുമായി മുന്നോട്ടു പോകുന്നത് റെയിൽവേ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമെന്നാണ് ശ്രീധരൻ പറയുന്നത്. സംസ്ഥാന സർക്കാരിനെ ഇപ്പോൾ അറിയിക്കേണ്ട കാര്യമില്ലെന്നും എല്ലാ എതിർപ്പുകളും ഇല്ലാതാകുമെന്നും ഇ ശ്രീധരൻ പ്രതികരിച്ചു. ഏറ്റെടുക്കുന്ന ഭൂമിക്ക് ഏറ്റവും ഉയർന്ന വില നൽകുമെന്നും ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുമെന്നും ശ്രീധരൻ പറഞ്ഞു. വിവരങ്ങളുമായി ശിവദാസ് കന്മന ഒപ്പം ചേർന്നു. ശിവദാസ്, ഈ അതിവേഗ റെയിൽവേ പദ്ധതി എവിടെ, റെയിൽപാത എവിടെ എന്ന് ഇന്നലെ ബജറ്റിന് ശേഷം ഇവിടെ വലിയ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങളിലാകെ അതിൽ കേന്ദ്രീകരിച്ച് നിൽക്കാനാണ് സൈബർ ഇടങ്ങളിൽ സജീവമായുള്ളവർ ശ്രമിക്കുന്നത്. പക്ഷേ ഇപ്പോൾ അവിടെ ഓഫീസ് തുറന്നിരിക്കുകയാണ്. ഈ ഓഫീസ് തുറക്കുമെന്ന് പറഞ്ഞിട്ട് ആളെ പറ്റിച്ചോ എന്നാണ് ഇന്നലെ ചോദിച്ചത്. പക്ഷേ ഇന്ന് മെട്രോമാൻ ഇ ശ്രീധരൻ അതിവേഗ റെയിൽപാതയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി പൊന്നാനിയിൽ ഓഫീസ് തുറന്നിരിക്കുകയാണ്. എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കും, റെയിൽവേ പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്, തൽക്കാലം ഇത് സംസ്ഥാന സർക്കാരിനെ അറിയിക്കേണ്ട കാര്യമില്ല എന്നാണ് ഈ ശ്രീധരൻ പറയുന്നത്. വിവരങ്ങൾ. കൃഷ്ണരാജ് അതിവേഗ റെയിൽവേ പാതയുടെ ഓഫീസാണ് ഇപ്പോൾ പൊന്നാനിയിൽ തുറന്നിരിക്കുന്നത്. മെട്രോമാൻ ഇ ശ്രീധരൻ തന്നെയാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. DMRC തന്നെയാണ് അതിവേഗ റെയിൽവേ പാതയുടെ മറ്റ് അനുബന്ധ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. അല്പസമയം മുൻപ് രാവിലെ ഏകദേശം 9 മണിയോടുകൂടിയിട്ടാണ് ഇത്തരത്തിൽ ഈ അതിവേഗ റെയിൽവേ പാതയുടെ ഓഫീസ് ഇവിടെ തുറന്നിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ ബജറ്റിലടക്കം അതിവേഗ റെയിൽവേ പാതയുടെ ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ തന്നെ കേരളത്തിൽ നിന്ന് വലിയ രീതിയിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇന്ന് കൃത്യമായി തന്നെ അതിവേഗ റെയിൽവേ പാതയുടെ ഓഫീസ് ഇവിടെ തുറന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് മെട്രോമാൻ ഇ ശ്രീധരൻ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടിരുന്നു. ഇതിൻ്റെ കൃത്യമായ പദ്ധതിയുടെ കാര്യങ്ങളൊക്കെ അദ്ദേഹം വിശദീകരിച്ചിരുന്നു. ജനങ്ങളുടെ ഭാഗത്തു നിന്നും കാര്യമായ എതിർപ്പുണ്ടാകില്ല എന്നുള്ള പ്രതീക്ഷയാണ് അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നത്. കാരണം നമുക്കറിയാം, കെ-റെയിൽ പദ്ധതി കേരളം തുടങ്ങാൻ നിൽക്കുമ്പോഴൊക്കെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് സ്ഥലം ഏറ്റെടുപ്പുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ ജനവാസ കേന്ദ്രങ്ങളിലൂടെ കടന്നു പോകുമ്പോഴൊക്കെ ആ ഭാഗങ്ങളിൽ വലിയ രീതിയിലുള്ള ഒരു എതിർപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പരമാവധി ഇത്തരത്തിൽ ജനവാസ മേഖലയെ ഒഴിവാക്കിക്കൊണ്ടായിരിക്കും അതിവേഗ റെയിൽവേ പാത നടപ്പാക്കുക എന്നാണ് ശ്രീധരൻ പറയുന്നത്. മാത്രമല്ല, ഏറ്റെടുക്കുന്ന ഭൂമിക്ക് നിലവിലുള്ള ഭൂമിയുടെ വില എത്രയാണോ അതിൻ്റെ 4 ഇരട്ടിയിൽ അധികം പണം നൽകിയിട്ടായിരിക്കും അത് ഏറ്റെടുക്കുക എന്ന് പറയുന്നു. പല ആളുകളും തങ്ങളുടെ ഭൂമി ഏറ്റെടുക്കൂ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരും എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അത്തരത്തിൽ തന്നെ കൃത്യമായി തന്നെ ഈ പദ്ധതി നല്ല രീതിയിൽ തന്നെ നടപ്പാക്കും എന്നുള്ള ശുഭപ്രതീക്ഷയോടെയാണ് അദ്ദേഹം അതിവേഗ റെയിൽവേ പാതയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി പൊന്നാനിയിൽ ഓഫീസ് തുറന്ന് മെട്രോമാൻ ഇ ശ്രീധരൻ. നീക്കം ഹൈസ്പീഡ് റെയിൽ കോറിഡോർ പ്രഖ്യാപനത്തിൽ കേരളത്തെ അവഗണിച്ചുവെന്ന ആരോപണങ്ങൾക്കിടെയാണ്. നടപടികളുമായി മുന്നോട്ട് പോകുന്നത് റെയിൽ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണെന്ന് ഇ ശ്രീധരൻ പറയുന്നു. സംസ്ഥാന സർക്കാരിനെ ഇത്തവണ നേരത്തെ ഇക്കാര്യങ്ങളൊന്നും അറിയിക്കേണ്ടതില്ല എന്നും അദ്ദേഹം പ്രതികരിക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു ശിവദാസ് കന്മന. ഒരുപക്ഷെ വരുന്ന മണിക്കൂറിൽ ഏറ്റവും ചർച്ചയാകേണ്ട വാർത്തയും മെട്രോമാൻ്റെ ഓഫീസ് തുറന്നത് സംബന്ധിച്ച് തന്നെയാണ്.